കുഞ്ഞാമിത്താനെ പിടിച്ച് പൊന്തിക്ക്. എന്നാ സംഭവിച്ചേ? ഞങ്ങൾ ചോദിക്കുന്നത് എന്നാ സംഭവിച്ചത്? അതെന്തല്ലോ സംഭവിച്ചിക്കടാ. പക്ഷെ ഇപ്പൊ വേറെന്തോ സംഭവിച്ചിക്ക്. ഈ ലോകം മൊത്തം തലതിരിഞ്ഞു പോയടാ. ഞാനാ മര്യാദക്കുള്ളൂ. ലോകം മൊത്തം തലതിരിഞ്ഞു പോയതല്ല ഏന്റി. ഏന്റി തലകുത്തനെ നിൽക്കുന്നത് കൊണ്ട് ഏന്റിക്ക് അങ്ങനെ തോന്നുന്നതാ. ഞാൻ തലകുത്തനെയുള്ളത്? ഏന്റി എഴുന്നേൽക്ക്. എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഏന്റി എന്നാ ശരിക്കും സംഭവിച്ചത്? അത് ഞാനൊരു ആവേശത്തിന് ഊഞ്ഞാലും വന്ന് തുള്ളിയതേനു. പക്ഷെ തെറിച്ച് വീണ്. ഊഞ്ഞാലിനൊന്ന് സ്പീഡ് കൂട്ടുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ തുള്ളിയത്. പക്ഷെ പിന്നെയല്ലേ ഞാൻ കാണുന്നത് ഞാനിങ്ങനെ കാക്ക വർക്കും പോലെ പറന്നങ്ങ് പോകുന്നത്. അങ്ങനെ പറന്ന് പറന്ന് അവസാനം ഇവിടെ വന്ന് വീണതാ. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ കാരണമല്ല നിന്റെ ഏന്റി പറന്നു പോയതെന്ന്? സോറി ഡി, ഞാൻ നിന്നെ ഒരുപാട് പറഞ്ഞു. കുഞ്ഞാമിത്ത, ഞങ്ങൾ നിങ്ങളെ നോക്കി ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പൂയിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് ശ്വാസം മുട്ടി ചത്തുപോയേനെ. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ തോന്നിയത്. ഈ സൽമാൻ കുറെ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന്. എന്നിട്ടും ഞങ്ങൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ടല്ലേ നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇവൻ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞിനാ? ഡാ സുലൈമാനെ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞത്? അതെനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന്. സത്യം പറടാ, നീ എന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞത്? അല്ല കുഞ്ഞാമിത്ത, സത്യമായിട്ടും ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ആഹാ, ഇവരാരും പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന്. നീ മാത്രമല്ലേ പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് എന്താ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? ഞാൻ ആരിനും കൊണ്ട് പറഞ്ഞതല്ലാന്ന് പറഞ്ഞില്ലേ? ഡാ സുലൈമാനെ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. നിങ്ങൾ കുഞ്ഞാമിത്ത തന്നെ, അല്ലാണ്ട് വേറെ ആരാ? അല്ല മിസ്സേ, ആരാ വിളിക്കുന്നത്? അത് സുലൈമാനിക്ക. ഓ കുഞ്ഞാമിത്ത, നിങ്ങൾ ഇതാ സുലൈമാനിക്ക വിളിക്കുന്നേ? എനിക്ക് സംസാരിക്കണ്ട അവൻ്റോട്. അവന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. പെണ്ണുങ്ങളെ, ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നല്ല പറഞ്ഞത്. നിങ്ങളെ മാപ്പിള സുലൈമാനിക്ക വിളിച്ചിരിക്കുന്ന. എന്റെ സുലൈമാനിക്ക? ആ കുഞ്ഞാമിത്ത, നിങ്ങൾ സുലൈമാനിക്ക ഫോണിൽ വിളിക്കുന്നേ. സുലൈമാനിക്ക, എന്റെ സുലൈമാനിക്ക, നിങ്ങളോട് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. സുഖം തന്നെ. ചായയും സമൂസയും. നമ്മളിപ്പോൾ ബീച്ചിലാണുള്ളത്. ഞാൻ ടീച്ചറോട് പറയട്ടെ. ടീച്ചറെ, എനിക്ക് സുലൈമാനിക്കാനെ കണ്ടോണ്ട് വിളിക്കണം. അതെങ്ങനെയാ? അത് വീഡിയോ കോൾ ചെയ്താൽ മതി. എന്നാൽ അങ്ങനെയൊന്ന് ചെയ്തേ. അതാ ഇങ്ങോട്ടേക്ക് കോള് വരുന്നുണ്ട്. അത് വീഡിയോ കോളാണ്. അറ്റൻഡ് ചെയ്തോ? കണ്ട്. കുഞ്ഞാമി, സുലൈമാനിക്ക, എന്തല്ല കുഞ്ഞാമി വിശേഷോ? നല്ല വിശേഷം തന്നെ സുലൈമാനിക്ക, ഒന്നും പറയണ്ട. അല്ല, നിങ്ങൾ അപ്പാടങ്ങ് ചെറുതായി പോയിക്കല്ലോ. അത് ഫോണിലോട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നാടി. പിന്നെ ഇല്ലേ സുലൈമാനിക്ക, ഇവിടെ ഉണ്ടൊരു സുലൈമാനി. അവൻ എന്നെ വല്ലാണ്ട് ഇടങ്ങാറാക്കുന്നുണ്ട്. കുഞ്ഞാമി, അതേത് സുലൈമാനിക്ക? അത് സുലൈമാനിക്കല്ല എന്റെ സുലൈമാനിക്ക. അത് സുലൈമാനാ, സുലൈമാൻ. സുലൈമാൻ നിങ്ങളെ മാപ്പള. പെണ്ണുങ്ങളെ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാനി എന്നല്ല സൽമാൻ എന്നാണെന്ന്. സുലൈമാനിക്ക, സുലൈമാൻ അല്ലോന്, ഓ സൽമാനാ. ആ സൽമാനാണ് എന്നെ ഇടങ്ങാറാക്കുന്നത്. ഏത് സൽമാൻ കുഞ്ഞാമി? നമ്മുടെ ഇക്രുവിന്റെ ഫ്രണ്ടോ? അവൻ തന്നെ. ഓ, ഈ ചെറിയ കുട്ടികളുടെ കാര്യമാണോ നീ എന്നോട് കാര്യമായിട്ട് പറയുന്നത്? ഈ തൊപ്പിയും ബാഗും ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ സാധനത്തിനും ഇവിടെ 10 രൂപയാണ്. 10 രൂപ. എന്നാൽ അങ്ങോട്ട് മാറി നിക്ക് പിള്ളേരെ. എന്താ വേണ്ടത്? തിരക്കാക്കല്ല, ഞാനൊന്ന് മര്യാദക്ക് നോക്കട്ടെ. അല്ല, ഈ സാധനത്തിനെല്ലാം 10 രൂപയാ? എന്തെടുത്താലും 10 രൂപയാണ്. അപ്പോൾ ഈ ഫോണിനോ? അതിനും 10 രൂപ തന്നെ. എന്നാൽ എനിക്ക് ആ ഫോൺ വേണം. ഇതാ. ആ ഫോണല്ല, ഈ ഫോണ്. അയ്യോ, അതെന്റെ ഐഫോണാ. ഇത് മതി. ഇതിന് 10 രൂപയല്ലേ? 10 രൂപയോ? ഞാൻ ഈ ഫോണിന്റെ കാര്യമാ പറഞ്ഞത്. ഞാൻ ഈ ഐഫോണിന്റെ കാര്യ പറഞ്ഞത്. നിങ്ങൾ ഇതെന്താ പറയുന്നത്? അത് എന്റെ ഫോണാണ്. നിങ്ങളല്ലേ പറഞ്ഞത് എന്തെടുത്താലും 10 രൂപയാണെന്ന്? എന്റെ ഈ ഫോണും ബാഗും തൊപ്പിയും ഒഴിച്ച് ബാക്കി എന്തെടുത്താലും 10 രൂപയാണ്. എന്റെ ഫോണിങ്ങത്താ.
ഇതാ നിങ്ങൾക്ക് ഈ ഫോൺ വേണോ? അത് നീ തന്നെ അങ്ങെടുത്തോ. എല്ലാത്തിനും 10 രൂപയാണെന്ന് പറഞ്ഞിട്ട്. ദാ സുലൈമാനെ കണ്ടോളെ ഞാൻ ഊരുന്നത്. വീണിക്കില്ല, വീഴും പോലെ തോന്നിയതാ. അതെന്തിനാ അതും പറഞ്ഞിട്ട് അങ്ങ് ഓടിക്കളഞ്ഞത്? നമ്മുടെ മുന്നിൽ നിന്ന് പ്ലിങ്ങായി പോയിട്ടായിരിക്കും. എന്നിട്ട് കാണുന്നില്ലല്ലോ, എവിടത്തേക്ക് ഓടിപ്പോയത്? മക്കളെ ഒന്ന് മാറിയേ. അല്ല, ഇതിപ്പോ ഇവിടെ എത്തിയത്. അങ്ങോട്ട് മാറി നിക്ക് പിള്ളേരെ. അല്ല കുഞ്ഞാമിത്ത, നിങ്ങളല്ലേ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത് കണ്ടത്? പിന്നെ എപ്പോഴും എങ്ങോട്ടേക്ക് വന്നത്? അതില്ലടാ, മറ്റേ ഊരുന്ന സാധനം ഭയങ്കര ബലിപ്പോ. കൊറേ സമയം ഊരണ്ടേ, അതെനിക്ക് ഇഷ്ടയില്ല. എനിക്ക് കുറച്ച് സമയം ഊരുന്നതാ ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങക്ക് പേടിച്ചിട്ടൊന്നുമല്ല അല്ലേ? കിന്നാരം പറയാണ്ട് അവിടുന്ന് മാറി നിക്കടാ. ഞങ്ങൾ മാറിത്തരാം, വീഴാണ്ട് സൂക്ഷിച്ചോ. അല്ലട മക്കളെ, നിങ്ങൾ എവിടത്തേക്കാ പോകുന്നത്? ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അല്ല, നിങ്ങൾ ഇതിൽ നിന്നും ഊരുന്നില്ലേ? ഇല്ല. ഇല്ലേ? എന്നാൽ ഞാനും ഊരുന്നില്ല. വെറുതെ ആരുമില്ലാണ്ട് ഊരിയിട്ട് ഇടിഞ്ഞു കെട്ടി വീഴണ്ട. തിരിച്ചു പോകാം. ഭാഗ്യം, ആരും കണ്ടിക്കില്ല. ഇതെന്ത് കളിയാ? കുഞ്ഞാമിത്ത, അടിപൊളിയായത്. നിങ്ങൾ കയറുന്നോ? ഇതിന്മേൽ കയറിയാൽ ഇങ്ങനെ പൊന്തിയും താണും കളിക്കോ? ആ ഏന്റി കയറിയൊക്കെ നല്ല രസമുണ്ട്. എന്നാൽ നീ ഒന്ന് ഇറങ്ങിയ അമ്മിണി, ഞാനൊന്ന് കയറട്ടെ. കയറിക്കോ. അല്ല, ഇതിന്മേൽ കയറി അങ്ങ് ഇരുന്നാലും മതിയോ? ആ ഏന്റി, അതിന്മേൽ കയറി അങ്ങ് ഇരിക്കേ. അവനെവിടെ പോയി? അവനതാ അവിടെ തെറിച്ച് വീണക്ക്. വാ, നമുക്ക് അവിടെ പോയി നോക്കാം. വേണ്ടടി, അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താടാ ഞാൻ അപ്പാട് തെറിച്ചങ്ങ് പോയില്ലേ? ഒന്നും പറ്റിയിക്കില്ലല്ലോ, അതുകൊണ്ട് സാരയില്ല. ആരാ പറഞ്ഞതൊന്നും പറ്റിയിക്കില്ലെന്ന്? എന്റെ നടുവൊക്കെ പൊട്ടിയെന്ന് തോന്നുന്നത്. ആ, അത് എനിക്ക് വെറുതെ തോന്നുന്നതാ, ഒന്നും പറ്റിയിക്കില്ല. ആ, അങ്ങനെ അതും പറഞ്ഞ് മെല്ലെ അങ്ങ് നടന്നു പോന്നാലേ. എന്താ ഓറ നടത്ത, ഒന്നും അറിയാത്ത ഭാവത്തില്. ഡാ പെറുക്കെ, ഒന്നും പറ്റിയിക്കില്ലല്ലോ നിനക്ക്, പിന്നെന്തിനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ? ഒന്നും പറ്റിയിക്കില്ല, നിങ്ങൾ അങ്ങ് തീരുമാനിക്കല. അല്ല, ഇത് തീരുമാനിക്കാൻ ഞാൻ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളെയും കൂട്ടി വരാം. എന്താ? കുട്ടികളായാൽ കുറച്ച് അനുസരണ വേണം. അല്ല, നിന്റോടാരെ ഇതിന്റെ മുകളിൽ കയറി കുത്തിരിക്കാൻ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അങ്ങ് പറന്നു പോയത്? ഇത് കുട്ടികൾ കളിക്കുന്ന സാധനമല്ലേ? ഇതിന്റെ മുകളിൽ കുഞ്ഞാമിത്ത കയറിയത് കൊണ്ടല്ലേ അവന് പറന്നു പോയത്? നിന്റോടാരാ പറഞ്ഞത് ഇത് കുട്ടികൾ കളിക്കുന്ന സാധനമാണെന്ന്? കുട്ടികൾ കളിച്ചാൽ ഇതുപോലെ പറന്നങ്ങ് പോവും. ഇത് മുതിർന്നവർ കളിക്കുന്ന സാധനമാണ്. കാണുന്ന സാധനത്തിലെല്ലാം അവന് കൈര്യം ചെയ്തിട്ട് അവസാനം കുറ്റം മുഴുവനും എനിക്ക്. അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, എല്ലാരും എന്താ ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്നക്ക്? സ്റ്റേജാ? ആരെയും കാണുന്നില്ലല്ലോ. ഞങ്ങളെയും കാണുന്നില്ലേ? നിങ്ങളല്ല, ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. അതെന്തിനാ വേറെ ആളൊക്കെ? അല്ല, നിങ്ങൾ സ്റ്റേജുമക്കാരി നിന്നിട്ട് പരിപാടി അവതരിപ്പിക്കുന്നല്ലേ, അത് കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞതാ. ഇത് സ്റ്റേജ് ഒന്നുമല്ല. അല്ലേ? അല്ല, പിന്നെന്ത് സാധന ഇത്? എന്റെ കുഞ്ഞാമിത്ത, ഇത് തുള്ളിക്കളിക്കുന്ന സാധന. തുള്ളിക്കളിക്കുന്നതാ? ആ, ഇത് തുള്ളിക്കളിക്കുന്ന സാധനമാണ്. എന്നിട്ടെന്താ ഇത് തുള്ളാത്തത്? തുള്ളടാ, തുള്ളു. അത് ഒറ്റക്ക് തുള്ളില്ല. ഒറ്റക്ക് തുള്ളില്ലെന്നാ? അതെന്താ, ഇതിന് നാണമായിട്ടാ? നിന്റെ നാണം ഞാൻ കാണിച്ചു തരാം. തുള്ളടാ, തുള്ളു. നിനക്ക് വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആ തുള്ളിക്കൂടൂല്ലേ? തുള്ളടാ, തുള്ളു. നിന്റോടാ തുള്ളാൻ പറഞ്ഞത്. പറഞ്ഞാൽ കേൾക്കില്ല നീ? ആഹാ, അങ്ങനെയായാൽ ശരിയാവില്ലല്ലോ. എന്താ ഇങ്ങനെയായി പോയത്? അതന്നെ ഞാനും പറയുന്നത്. എന്താ ഇങ്ങനെയായി പോയത്? പറഞ്ഞാൽ കുറച്ചെങ്കിലും അനുസരിക്കണ്ടേ? ആ, ഞാനത് നിങ്ങളോടാ ചോദിച്ചത്. നിങ്ങൾ എന്താ ഇങ്ങനെ? എന്താടാ? ഇതിനെ കൊണ്ട് ഞാനെന്നാ നിങ്ങളോട് പറഞ്ഞത്? ഇത് തുള്ളിക്കളിക്കുന്ന സാധനമാണെന്ന്. ആ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അതിന്റെ അർത്ഥം ഈ സാധനം തുള്ളിക്കളിക്കുമെന്നല്ല, ഇതിന്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ തുള്ളിക്കളിക്കുമെന്നാണ്. അപ്പോൾ ഇതിന്റെ മുകളിൽ കയറിയിട്ട് തുള്ളിക്കളിക്കുന്ന സാധനമാണിത്? ആ, ഇതിന്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന സാധനമാണിത്. ഓ, അപ്പോൾ ഇതിന്റെ മുകളിൽ കയറിയിട്ട് തുള്ളിക്കളിക്കുമ്പോഴായിരിക്കും ആ പാട്ട് പാടുക അല്ലേ?
പാട്ടാ? ഏത് പാട്ട്? തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുള്ളു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുള്ളു. ആ പാട്ടന്നെ. ഇക്രു, നിനക്ക് എവിടുന്നാണ് ഇങ്ങനത്തെ ഏന്റീനെ കിട്ടിയത്? ആ, അതിന് ഞാനും ആലോചിക്കുന്നത്. വല്ലാത്തൊരു സംഭവം തന്നെ ഇവർ. ആര്? ഇങ്ങളെന്നെ. അതെല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര സംഭവമാണെന്ന്. ഇക്രു, സുലൈമാനെ, നിങ്ങളൊന്ന് മാറി നിന്നേ, ഞാനും ഒന്ന് തുള്ളട്ടെ. എന്താ പെണ്ണുങ്ങളെ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാനി എന്നല്ല സൽമാനി എന്നാണെന്ന്. ആ അന്തർമാനെ, നീ ഒന്ന് മാറി നിൽക്ക്. ഞാനും ഒന്ന് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുള്ളു ആട്ടെ. എല്ലാരും ഒന്ന് മാറി നിൽക്ക്. അതെന്നാ തെറിച്ചു പോയത്? എന്ത്? ഒന്നുമില്ലല്ലോ. ആ, എനക്ക് നിങ്ങളുടെ പിറകിൽ നിന്ന് എന്തോ തെറിച്ചു പോകും പോലെ തോന്നി. അതെന്നാ ഇവിടുന്ന് തെറിച്ചു പോയത്? ഒന്നും കാണുന്നില്ലല്ലോ. തെറിച്ചു പോയാൽ എങ്ങനെ ഇത് കാണാനേ? അത് തെറിച്ചു പോയില്ലേ? അല്ല, തെറിക്കുവാൻ മാത്രം ഇവിടെ എന്തായിരുന്നു ഉള്ളത്? തുളസി എവിടെ? പറയും പോലെ തുളസി എവിടെ? അപ്പോൾ അവളാണോ തെറിച്ചു പോയത്? എന്റെ അല്ലോ, അവളാ തെറിച്ചു പോയത്? അവളിത് എവിടത്തേക്കാ തെറിച്ചു പോയത്? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ഇത് എന്ത് തുള്ളലാ തുള്ളിയത്? ഞാൻ തുള്ളിയരല്ല അവൾ തെറിച്ചു പോയത്. പിന്നെ എപ്പോഴാ? അവൾ തെറിച്ചു പോകുന്നതിന്റെ മുന്നേ ഞാൻ തുള്ളിയത്. അതിനല്ലേ പറഞ്ഞത് നിങ്ങൾ തുള്ളിയരാണ് അവൾ തെറിച്ചു പോയതെന്ന്. ഇതാരോടും പറയല്ലേ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്റെ കാര്യം പോക്കാം. നിങ്ങൾ ആരും ഇതാരോടും പരക്കെ നിൽക്കല്ല. മെയിൻ റോഡാണിത്, ലൈനായിട്ട് നിൽക്ക്. അയ്യോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളും അതുപോലെ തന്നെ നിൽക്ക്. അങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അതെന്താ? ഇവന് കണ്ണൊന്നും കാണുന്നില്ലേ? പൊട്ടൻ മാഷെ, നീ തന്നെയല്ലേ പറഞ്ഞത് ലൈനായിട്ട് നിൽക്കാൻ? അതിനെന്താ കുഴപ്പോ? ലൈനായിട്ട് നിൽക്കണമെങ്കിൽ എന്റെ കൂടെ എന്റെ ലൈന് വേണ്ടേ? എന്റെ ലൈൻ ഇവിടെ ഇല്ലല്ലോ, വീട്ടിലല്ലേ ഉള്ളത്. നിങ്ങളെന്താ പറയുന്നത്? ഞാൻ എന്റെ ലൈനിനെ കൊണ്ടെന്നെ. എന്റെ ലൈൻ എന്റെ സുലൈമാനിക്ക്. ആ സുലൈമാനിക്ക് ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ലൈനായിട്ട് നിൽക്കാനേ? നിങ്ങളോട് നിങ്ങളെ ലൈനിനെ കൂട്ടി നിൽക്കാനല്ല പറഞ്ഞത്, ഇതുപോലെ വരിയായിട്ട് നിൽക്കാനാണ്. ലൈനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുക എന്നാണ് അർത്ഥം. അതും കൂടി അറിഞ്ഞൂടാത്തൊരു വല്ലാത്ത പെണ്ണുങ്ങളെ നിങ്ങള്. അപ്പോ എന്റെ ലൈനോ? നിങ്ങളെ ലൈനിനെയോ പോസ്റ്റിനെയോ ഒന്നും കൂട്ടണ്ട, ഇവിടെ മാറി നിന്നോ. ബാക്കിയുള്ളവർ ലൈനായിട്ട് നിന്നിനോ? രമ്യേ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. എന്താ സൽമാനെ? അല്ല വിസേ, ആ കുഞ്ഞാമിത്ത പറഞ്ഞത് നല്ല വിറ്റില്ലേ? ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഓറ് വിചാരിച്ചു ഓരോ ലൈനിനെയും കൂട്ടി നിൽക്കാനെന്നാ. അത് ഫുൾ ബിറ്റെന്നല്ലേ? എന്റെ പഠിച്ചോനെ, ഈ പെരാന്തിച്ച് എന്റെ ബേക്ക് തന്നെ ഉണ്ടേനാ. ഈ തുളസി, ഒരൊറ്റ ചവിട്ടിനില്ലേ, നിന്റെ മൂക്കിന്റെ തുള മാത്രം പിന്നെ കാണും, വേറൊന്നും കാണൂല. ഹലോ. ഹലോ. ഹലോ, ഇവിടാ. ഹലോ, എവിടാ? കുഞ്ഞാമിത്ത, നിങ്ങളെ പിറകിൽ നിന്നാണ് വിളിക്കുന്നത്. നീയാണോ ഹലോ പറഞ്ഞത്? ഞാനാണ്. നീയും കേട്ടിട്ടുണ്ടാകും ഞാൻ ലൈനിനെ പറ്റി പറഞ്ഞതില്ലേ. ഓ, അത് പറഞ്ഞത് നിങ്ങളാണോ? അത് ആരാണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളടുത്ത് വന്നത്. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞത് അത്രയും വലിയ സംഭവമാണോ? എന്റെ ഒരു കാര്യം, ഇനി എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ നിന്ന് കുറച്ച് ഓവറാക്കാം. എന്താ നിങ്ങളുടെ ചിരിയൊക്കെ എവിടെ പോയി? നിങ്ങൾ ആ മണ്ടൻ മാഷം എവിടെ പോയി? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വന്നത് കണ്ടോ? ഇപ്പോൾ മനസ്സിലായില്ലേ ഞാനൊരു വലിയ സംഭവമാണെന്ന്? അമ്മിണി, ശരിക്കും എന്നാ സംഭവം? അതന്നെ ഞാനും ആലോചിക്കുന്നത്. അയാൾ വന്നിട്ട് എന്തിനാ അങ്ങനെ പറഞ്ഞത്? നമുക്ക് അയാളോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, ചേട്ടൻ എന്തിന്റെ കാര്യമാണ് പറഞ്ഞത്? ലൈനിന്റെ കാര്യം തന്നെ. വിശ്വാസമാവുന്നുണ്ടാകില്ലല്ലേ, അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അല്ല ചേട്ടാ, ഇവരെ ലൈനിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ആരാണ് പറഞ്ഞതെന്ന് കണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ട് എനിക്ക് സന്തോഷമായി. അല്ല, ചേട്ടൻ എന്തിനിങ്ങനെ സന്തോഷം? പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ? ഞാൻ മാത്രമല്ലല്ലോ, ഒരു കൂട്ടം ജനങ്ങളല്ലേ ഇവർ കാരണം സന്തോഷിക്കുന്നത്. ഒരു കൂട്ടം ജനങ്ങളോ?
ശ്ശേ, ഒരു കൂട്ടം ജനങ്ങളൊക്കെ ഞാൻ പറയുന്നത് കാണുന്നുണ്ടായിരുന്നോ? പിന്നല്ലാണ്ട് ഒരു കൂട്ടം ജനങ്ങൾക്കല്ലേ നിങ്ങളിപ്പോൾ കരണ്ട് എത്തിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്ത്? ചേട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നത്? ഒരു കൂട്ടം ജനങ്ങൾക്ക് കരണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നോ? അതപ്പോ അതപ്പോൾ എന്നോ? നിങ്ങളല്ലേ പറഞ്ഞത് അങ്ങ് ഉൾഭാഗത്ത് കരണ്ടില്ലാണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്ക് കരണ്ട് എത്തിച്ചു കൊടുക്കാനുള്ള ലൈൻ പാസ്സാക്കുമെന്ന്. ഈ ലൈനിന്റെ കാര്യമാ അയാൾ പറഞ്ഞത്? ഈ ആകാശത്തോട്ട് പോകുന്ന ലൈനിന്റെ കാര്യമാ ഇവൻ പറഞ്ഞത്? ആ ലൈൻ പാസ്സാക്കിയത് നിങ്ങൾ തന്നെയല്ലേ? ഒന്ന് പോടാ ചെറുക്ക. ഞാൻ എന്റെ സുലൈമാനിക്ക ലൈനുമായിട്ടല്ലാതെ വേറൊരു ലൈനുമായിട്ട് എനക്ക് ഒരു ബന്ധവുമില്ല. ഈ സുലൈമാൻ ലൈനാ? അതെന്ത് ലൈനാ? ചേട്ടൻ ഉദ്ദേശിച്ച ആള് എന്തായാലും ഈ പെണ്ണുങ്ങളല്ല, വേറെ ആളാണ് ആ ലൈനൊക്കെ പാസ്സാക്കിയത്. ഓ, അങ്ങനെയായിരുന്നോ? ഞാൻ വിചാരിച്ച് ആ വലിയ സംഭവം ചെയ്ത ആള് ഇവർ തന്നെയാണെന്ന്. ഞാനും വിചാരിച്ച് ഞാൻ ഇത്രയും വലിയ സംഭവമാണെന്ന്. അല്ല, നിങ്ങൾ ഇവിടെയാണോ? അതെന്താടാ, നിനക്ക് കണ്ണു കാണുന്നില്ലേ? ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത്. അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ നാട്ടിൽ തന്നെയാണോ എന്നാ. അല്ല, ഞങ്ങൾ വേറെ നാട്ടിലാ. ഓ, സ്കൂളിൽ നിന്ന് ടൂർ വന്നതാണ് ഇവിടെ. ആ അതെ, സ്കൂളിൽ നിന്ന് ടൂർ വന്നതാണ്. ഓ, അപ്പോൾ നിങ്ങൾ ടീച്ചറാണില്ലേ? എന്നെ കാണുമ്പോൾ ഒരു ടീച്ചറെ പോലെയൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ടീച്ചറല്ലേ? അല്ല, ടീച്ചർ കുഞ്ഞാമി. ശരിക്കും ഇവർ ആരാ? ഇവർ എന്റെ കൂടെ വന്നതാണ്, എന്റെ ഏന്റിയാണ്. ഇതാണ് ഞങ്ങളുടെ ടീച്ചർ. ഇവർ എന്തിനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അത് ആദ്യമായിട്ടാ അവരെ മുഖത്ത് നോക്കിയിട്ട് ഒരാളിങ്ങനെ നല്ലത് പറഞ്ഞത്, അതുകൊണ്ടുള്ള ചിരിയായിരിക്കും. ആരെങ്കിലും ഒന്ന് ഇവരോട് ചിരി നിർത്താൻ പറയുമോ? ഇവർ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. ഏന്റി, ഒന്ന് നിർത്ത്. ഏന്റി, ഏന്റി അല്ലടാ, ടീച്ചർ. ടീച്ചർ ഏന്റി കുഞ്ഞാമി. ദാ സുലൈമാനെ, എങ്ങനെയുണ്ട് എന്റെ പേര്? അങ്ങനെ ഞാനും ഒരു ടീച്ചറായടാ. ഇനി നീ എന്നെ കുഞ്ഞാമിത്ത കുഞ്ഞാമിത്താന്ന് വിളിക്കണ്ട, ടീച്ചർ താന്ന് വിളിച്ച. ഇവർക്ക് ശരിക്കും വട്ടാണോ? ഇവരെ പല്ല് കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. എന്നെ ഇപ്പോൾ കടിച്ചു തിന്നുവാ. പ്ലീസ്, ആരെങ്കിലും ഒന്ന് പറ ഈ പെണ്ണുങ്ങളോടൊന്ന് ബായ് പൂട്ടി നിൽക്കാൻ. പറഞ്ഞത് ഒന്ന് ബായം പൊട്ടി നിൽക്കാൻ. ഡാ, നീ കേട്ടില്ലേ ഈ ചെറുക്കൻ എന്നെ ടീച്ചർ എന്ന് വിളിച്ചത്? അതുകൊണ്ട് ഞാൻ അവനൊരു ഉമ്മ കൊടുത്തിട്ട് വരാം. വേണ്ട. അയ്യോ, ഏന്റി. ഏന്റി അല്ല, ടീച്ചർ. ടീച്ചറല്ല, മിച്ചറാ. നിങ്ങൾക്കെന്നാ ശരിക്കും വട്ടുണ്ടാ? നിങ്ങളെ കളി കണ്ടിട്ട് കാണുന്ന ആൾക്കാരെല്ലാം പേടിച്ചോടുകയാ ചെയ്യുന്നത്. എന്നെ കണ്ടിട്ട് പേടിച്ചോടാൻ ഞാനെന്താടാ, മൃഗമാറ്റാണോ? നിങ്ങൾ മൃഗമല്ല, അതിലും വലിയ എന്തോ ഒരു സാധന. നിങ്ങളിപ്പോ ആരെങ്കിലും ടീച്ചർ എന്ന് വിളിച്ചിക്കാ? ആ ചേട്ടൻ അറിയാതെ നിങ്ങളോട് ടീച്ചറാണോ എന്ന് ചോദിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങൾ ടീച്ചറായി പോയിക്കാ. മതി, നീ ഒന്നും പറയല്ല. എന്ത് പറയല്ലാന്നേ? ടീച്ചർ കണ്ടതല്ലേ ഇത്ര നേരം മേന്തി കളിച്ച കളി. ആ ചേട്ടൻ വിചാരിച്ചത് ഇവർക്ക് വട്ടാണെന്നാ. ഇക്രു, നിർത്ത്. എന്താ ഇവിടെ ഒരു ചർച്ച? അനൂപ് സാർ വന്നു. ഇത്രയും സമയം ഇവിടെ നടന്ന കാര്യം സാർ അറിയണ്ട. അല്ലെങ്കിൽ തന്നെ അനൂപ് സാറിന് കുഞ്ഞാമിത്താൻ്റെയോട് ദേഷ്യം പിടിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് ഒന്നും ആരും പറയാൻ നിൽക്കണ്ട. എന്താ നിങ്ങൾ പറയുന്നത്? ഏയ്, ഒന്നുമില്ല. സാർ ഇത്ര നേരം എവിടെയായിരുന്നുള്ളത്? ഞാനും രാഘവനും കൂടിയിട്ട് ബസ് ഒന്ന് ക്ലീൻ ചെയ്തതായിരുന്നു. ഇവരൊക്കെ മുട്ടായി തിന്നിട്ട് അതിന്റെ കവറൊക്കെ ബസ്സിൽ തന്നെയാണ് ഇട്ടത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഓ, അല്ല, നിങ്ങളെല്ലാം എന്തെങ്കിലും നിന്നിക്ക്? അത് മാഷെ, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഹോ, ഭയങ്കരം തന്നെ. നിങ്ങളോട് ഞാനിങ്ങനെ നിൽക്കാനാണോ പറഞ്ഞത്? ലൈനായിട്ട് നിൽക്കാനല്ലേ? പിന്നെ നിങ്ങളെല്ലാം എന്തിനിങ്ങനെ മാറി നിന്നത്? ഇനി അതിനെ കൊണ്ട് വിശദീകരിക്കണ്ട. അടക്ക്, ഇപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടാണുള്ളത്. അതങ്ങ് ഓഫാക്കിക്കോ. എന്ത് ലൈറ്റ് തന്നെ? ഓ, കത്തി നിൽക്കുന്ന ലൈറ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സമയം ലേറ്റ് ആയ കാര്യ. ഓ, പിന്നെയുമുണ്ട് അവരെ ഓരോരോ മണ്ടത്തരം പറയുന്നു. വേഗം വാ. അല്ല മിസ്സേ, നമ്മൾ ഇനി എവിടത്തേക്കാ പോകുന്നത്? ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് തീരുമാനിക്കാം എവിടെയാ പോകുന്നതെന്ന്.
ആ ഫുഡ് കഴിക്കാതെ വിശന്നത് കൊണ്ടാണ് അനൂപ് സാറിന് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ദേഷ്യം പിടിക്കും. എല്ലാവർക്കും ഉണ്ട് നല്ലോണം വിശക്കുന്നു. എന്നാൽ വേഗം വാ. അല്ല മിസ്സേ, നമ്മൾ എന്തിനാ ഇവിടെ ഇറങ്ങിയത്? അതന്നെ, പുട്ട് കഴിക്കാൻ പോണോന്ന് പറഞ്ഞിട്ട് ഇവിടെയാ വന്നത്. പുട്ടല്ല കുഞ്ഞാമിത്ത, ഫുഡ്. അതെന്തെങ്കിലും ആകട്ടെ, നമ്മൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്? അതന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്തിനാ മിസ്സേ നമ്മൾ ഇവിടെ ഇറക്കിയത്? അത് ഫുഡ് കഴിക്കാനാണ് അമ്മിണി. എന്നിട്ട് ഫുഡ് എവിടെ? അതിപ്പോൾ അവർ കൊണ്ടുവരും. അതെന്താ നമ്മൾ ഹോട്ടലിൽ പോകാത്തത്? അതന്നെ, ഹോട്ടലിൽ പോയിട്ട് കഴിക്കണമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ടെന്താ ഹോട്ടലിൽ പോകാത്തത്? 2-3 ഹോട്ടലിലൊക്കെ അന്വേഷിച്ചു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നും അവിടെ ഇല്ല. കാല് വേദനയാകുന്നു. ഇവിടെ ഒന്നും ഇരിക്കാനൊരു സൗകര്യമില്ലല്ലോ. ഇവിടെ ഇരിക്കാം. അയ്യോ ഏന്റി, അവിടെ ഒന്നും ഇരുന്നേക്കല്ലേ, അത് ചെടിയാ. അതെനിക്കറിയാം ചെടിയാണെന്ന്. പിന്നെന്തിനാ ഇരിക്കുന്നത്? അതിനുമേലെ ഇരിക്കരുത്. ഒന്ന് പോടാ അവിടുന്ന്. ഇത് നിന്റെ ചെടിയൊന്നുമല്ലല്ലോ. ഒരു വലിയ ചെടി സ്നേഹി. വല്ലതും പറ്റിയോ? ആടാ, എന്റെ നടു പൊട്ടിയെന്നാ തോന്നുന്നത്. കിട്ടണം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിന്മേൽ ഇരിക്കണ്ട എന്ന്? പറഞ്ഞാൽ കുറച്ച് കേൾക്കണം. അനുഭവിച്ച ഈ പെരാന്തിച്ച് ഇവിടെ തന്നെ ഉണ്ടേനാ. കുഞ്ഞാമിത്ത വീണ കണ്ടിട്ടുള്ള ഈ ചിരി ഇനി ഒരു 1.5 മണിക്കൂർ ഉണ്ടാകുമല്ലോ. നല്ല ബിറ്റുണ്ട് കുഞ്ഞാമിത്ത വീണത് കാണാൻ. സൽമാനെ, പഴഞ്ചക്ക വീഴും പോലല്ലേ കുഞ്ഞാമിത്ത വീണത്. എന്റെ മൂക്കിന്റെ പാലം പൊട്ടിച്ചിട്ട് ഓളാർന്ന് കളിക്കാൻ നിൽക്കുന്നു. എന്റെ അല്ലോ, ഡായിക്രു, ആകാശത്തിലൂടെ ഒരു കുട്ടിച്ചാത്തം പറന്നു പോകുന്നു. അവൾ പറന്നു പോകുന്നത് കണ്ടിട്ട് എന്റെ വിചാരിച്ച് കുട്ടിച്ചാത്തം പോകുന്നതാ. സൽമാനെ, നീ എന്ത് പണിയാ ചെയ്തത്? അവൾ പറന്നങ്ങ് പോയി. പോട്ടെ, കുറെ കാലമായി അവൾ ഇടങ്ങാറാക്കുന്നു. അതിനവൾ നിന്നെ ഇപ്പോൾ ഇടങ്ങാറാക്കിക്കോ. അവൾ വെറുതെ ചിരിക്കുന്നത് നീ കണ്ടില്ലേ? അവൾ ചിരിക്കുന്നതിന് നിനക്കെന്താ? എന്റെ ചെവിന്റെ അടുത്ത് വന്നിട്ടല്ല അവൾ എന്ന് പറയുന്നത്. ഡാ സൽമാനെ, എല്ലാം തമാശയല്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡാ, നീ ചവിട്ടിയിട്ട് അവൾ പറന്നു പോയിക്ക്. അവളിപ്പോൾ എവിടുന്നാ കണ്ടുപിടിക്കാ? ശരിക്കും അവൾ എവിടെയായിരിക്കും ഉണ്ടാവുക? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ കൈയൊന്ന് പിടിച്ച് കയറ്റി. നിങ്ങളെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കേ. ഇനിയിപ്പോ എന്നാ ചെയ്യാ? അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ പ്രശ്നമാകും. എന്നാ പ്രശ്നമാവുക? എന്നാ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവളുടെ രക്ഷിതാക്കളോട് ഞാൻ സമാധാനം പറയണം. എന്റെ അശ്രദ്ധ കൊണ്ടല്ലേ അവളിപ്പോൾ അങ്ങ് പറന്നു പോയത്. പാവം, എവിടെയെങ്കിലും വീണിട്ട് നല്ലോണം വേദനയായിട്ടുണ്ടാകും. നല്ല വേദന ഉണ്ട്. എന്റെ ഊര പൊട്ടിയെന്നാ തോന്നുന്നത്. ഇവർ എന്നാ വേണ്ടത്? നീ ആദ്യം കുഞ്ഞാമിത്താൻ പിടിച്ചിങ്ങ് കയറ്റി. അതന്നെ, പാവം ഇങ്ങ് കയറാൻ പറ്റാതെ അവിടെ നിന്നിട്ടുണ്ടാകും ഇടങ്ങാറാകുന്നേ. വാ, ഞങ്ങളും സഹായിക്കാം അവരെ പിടിച്ചു കയറ്റാൻ. ഇന്ന കയറ്. എവിടെ? എന്ത് കയറ് തന്നെ? കയറാ? നീയല്ല പറഞ്ഞത് കയറുന്ന്. എവിടെടാ? ഞാൻ കാണുന്നില്ല. കിണറിലുണ്ട്. പോയിട്ട് ഇങ്ങെടുത്തോ തൊട്ടിയും കയറും. നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറുന്നാ? എന്നാൽ ഇന്ന എന്റെ കൈയും പിടിച്ച് കയറ്. മര്യാദക്ക് നേരത്തെ എവിടെ തന്നെ ഇരുന്നാ മതിയേനു. വെറുതെ ആ ചെടിയുമ പിടിച്ച് കയറി. അല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അല്ല, നിങ്ങളാരും എന്നോട് ചോദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ എന്നോട് ചോദിച്ചതാ. എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ സമാധാനമായി. ഡായിക്രു, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെയില്ലേ കുട്ടിച്ചാത്തനുണ്ട്, കുട്ടിച്ചാത്തൻ. ഞാൻ നോക്കുമ്പോണ്ട് അത് ആകാശത്തോട്ട് ഇങ്ങനെ പറന്നു പോകുന്നു. നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ മാത്രമല്ലട്ടാ, ആ സുലൈമാനും കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. കണ്ടാ അവൻ അട്ടം നോക്കി നിൽക്കുന്നത്? ഡാ സുലൈമാനെ, നീയും കണ്ടുക്കോ? എന്ത്? കുട്ടിച്ചാത്തനെ? എന്താടി, നിനക്ക് പേടിയാകുന്നുണ്ടോ? എനിക്ക് പേടിയൊന്നും. ഡാ സുലൈമാനെ, നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് തരണേ. ഇതാ, എല്ലാവരും ചായ എടുത്തോ. നല്ല ചൂടുണ്ട്. ദേഹത്ത് മറിയാതെ സൂക്ഷിക്കണേ. രമ്യ, ഡാ, ഭയങ്കര ചൂട്. ചായ കുടിക്കാനാകുന്നില്ല. എന്റെ സമൂസ തീർന്ന്.
അമ്മിനി നിന്റെ സമൂസ മാത്രം തീർന്നില്ലല്ലോ. ഇത് മൂന്നാമത്തെ സമൂസയാ. എനിക്കിത് മുഴുവനും തിന്നു തീർക്കാനാവില്ല. എന്നാൽ എനിക്ക് തന്നേക്ക്. നീ ഇതെടുത്തോ. ഹായ്. അല്ല കുഞ്ഞാമിത്ത, നിങ്ങൾ എന്തിനിങ്ങനെ നിൽക്കുന്നത്? അതില്ലടാ, എനിക്കൊന്നും കൂടി വേണമായിരുന്നു. ഇനിയും ഒന്നും കൂടിയാ? നിങ്ങൾ 5 എണ്ണം തിന്നില്ലേ? അതിന് നിനക്കെന്താ? ഞാൻ ഇപ്പുറം പോയൊന്ന് നോക്കട്ടെ. ഏതെങ്കിലും കുട്ടി ബാക്കി വെച്ചതുണ്ടാകും. ചായ കുടിച്ചു കഴിഞ്ഞോ? ആ, എന്റെ കഴിഞ്ഞു. എന്റേത് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും സമൂസ വേണോ? സമൂസ ഇനിയും ബാക്കിയുണ്ട്. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എനിക്കും വേണ്ട. പക്ഷേ കുഞ്ഞാമിത്താക്ക് വേണമെന്ന് പറയുന്നത് കേട്ടിന്. ആർത്തി പണ്ടാരങ്ങൾ. ആ കുഞ്ഞാമിത്ത, സമൂസ ഉണ്ട്, വേണാ? എനിക്കെന്തിനാ? നീ തന്നെ അങ്ങെടുത്തോ. ഈ പെണ്ണുങ്ങളെന്താ ഇങ്ങനാ? അതെന്താ കുഞ്ഞാമിത്ത, നിങ്ങൾക്ക് വേണ്ടേ? എനിക്കെന്തിനാടാ? എനിക്കെന്റെ സുലൈമാനിക്കില്ലേ? സുലൈമാനിക്കോ? ആ, സുലൈമാനിക്ക തന്നെ. സുലൈമാനിക്കാനെ വെച്ചിട്ട് എനിക്കെന്തിനാ മൂസേനാ? നിങ്ങൾ ഏത് മൂസേന്റെ കാര്യ പറയുന്നത്? ആഹാ, ഞാനാണോ പറഞ്ഞത്? നിന്റെ മാഷി തന്നെയല്ലേ ഏതൊരു മൂസേനെയും കൊണ്ടുവന്നത്? ഈ പെണ്ണുങ്ങൾക്ക് ശരിക്കും വട്ട. ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇവർ മൂസേനെ മാത്രല്ല, ഗഫൂറിനെയും ഖാദറിനെയും എല്ലാം ഞാൻ കൊണ്ടുവന്ന് നിൽക്കുന്നതിനും അറിയൂ. എന്റെ അടുത്ത് ആ മൂസേന്റെ കാര്യം മേക്കൂലെന്ന് കണ്ടപ്പോൾ അവൻ പോയത് കണ്ട. ഇനിയിപ്പോൾ ആ ടീച്ചറോടായിരിക്കും മൂസേന വേണോന്ന് ചോദിക്കാം. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങളോട് മാഷി മൂസേന വേണോന്നല്ല ചോദിച്ചത്. സമൂസ വേണോ എന്നാ? ഈ സമൂസയാ? ഒരു സമൂസ വേണോന്ന് ചോദിച്ചതിന് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞത്? വല്ലാത്തൊരു പെണ്ണുങ്ങളെ നിങ്ങള്. ഞാൻ നാണം കെട്ട്. എനിക്കൊരു സമൂസയും കൂടി വേണ്ടീനു. ഡാ സുലൈമാനെ, ഇനി എങ്ങനെ സമൂസ കിട്ടാ? പോയിട്ട് ഏതെങ്കിലും മൂസേനോട് ചെന്ന് ചോദിക്കേ. അല്ല പിന്നെ. ഹായ്, എന്നെ പിടിച്ചോ? കിട്ടൂലോ. പിടിച്ചോ? കിട്ടൂലോ. ഇതെന്ത് കളിയാ? വെള്ളത്തിന്റെ ഓടി കിട്ടൂലെന്നും പറഞ്ഞിട്ട് ഓടിക്കളിക്കുന്ന. നിങ്ങൾ വന്നാ ഇങ്ങ് വാ, നമുക്ക് കളിക്കാലാ. എന്ത് കളിയാ കളിക്കേണ്ടത്? അതാ, വെള്ളം ഇങ്ങനെ നമ്മളെ പിടിക്കാൻ വരും, അന്നേരം നമ്മൾ ഓടിക്കളയണം. അത് നിങ്ങളെ പിടിക്കാൻ വരുന്നതല്ല, അത് തിരമാലയാ. ആ, എന്തെങ്കിലും ചൊറമാലയാകട്ടെ. വാ, നമുക്ക് കളിക്കാലാ. പിടിച്ചോ? കിട്ടൂലോ. നിന്റെ ഏന്റി കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. വാ, നമുക്കും ഒന്ന് കളിച്ചു നോക്കാം. ഇതെന്നാ സംഭവം? അയ്യോ, എല്ലാരും വേഗം എഴുന്നേൽക്ക്. എന്നാ സംഭവിച്ചത്? അത് എല്ലാവരും കാല് കടിഞ്ഞു വീണതല്ലേ? ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റിയില്ല. എനിക്കും ഒന്നും പറ്റിയില്ല. എന്നാലും എണീച്ച് പോവോ പോത്തെ? എന്റെ നടു പൊട്ടീന്നാ തോന്നുന്നത്. എന്തെങ്കിലും പറ്റിക്കോ? ആടാ, നീയൊന്ന് നോക്ക്, എന്തെങ്കിലും പറ്റിക്കോന്ന്. എന്താ പറ്റിയത്? ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഡാ, നീ കാണുന്നില്ലേ ഇവിടെ നിറയെ പൊടി പറ്റിയത്? പൊടിയാ? ഡി കുമ്മിണി. കുമ്മിണിയല്ല, അമ്മിണി. നിന്റോട് ഞാൻ പൊടി പറ്റിക്കോന്നാ നോക്കാൻ പറഞ്ഞത്? എന്റെ നടുവിന് എന്തെങ്കിലും പറ്റിക്കോന്നല്ലേ? ആ, അതന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളെ നടുവിൽ തന്നെയാ പൊടി പറ്റിയത്. എന്താ കളിക്കുന്നില്ലേ? ഉണ്ട് മിസ്സേ. ഇവിടെ നിന്നിങ്ങനെ കളിച്ചാൽ മതി. അധികം വെള്ളത്തിലേക്ക് അങ്ങ് പോകാൻ നിൽക്കണ്ട. മിസ്സേ, മിസ്സിന്റെ ഫോൺ തരുമോ? എന്തിനാ? വീട്ടിലേക്ക് വിളിക്കാനാണോ? അല്ല മിസ്സേ, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനാ. ഓ, ഫോട്ടോ എടുക്കാനാണോ? ഞാൻ തരാം. മിസ് ഫോൺ തരുമെന്ന് പറഞ്ഞു. വാ, നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എടുക്കാം. എന്റെ അള്ളോ, ഇവളോടാ ഞാനിത് പറഞ്ഞത്. വാടാ, നമുക്ക് എടുക്കാം. നിന്റോടല്ല ഞാൻ പറഞ്ഞത്. വാ, നമുക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ നിന്നല്ല, നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. എന്നാൽ വാ. ഹായ്. വാ ആന്റി, വേഗം ഇരിക്കി, നമുക്ക് ഫോട്ടോ എടുക്കാലോ. ഹേയ്, ഞാനില്ല, എനിക്ക് പേടിയാ. ഫോട്ടോ എടുക്കുന്നതിന് എന്ത് പേടിയാ കുഞ്ഞാമിത്ത? ഫോട്ടോ എടുക്കുന്നതിനല്ല പേടി, ഈ വെള്ളത്തിനെയാ. ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാം, നിങ്ങൾ ഫോട്ടോ എടുത്തോ. എന്നാൽ മിസ്സേ, ഞങ്ങളുടെ ഫോട്ടോ എടുക്ക്. എല്ലാവരും ചിരിച്ചിരുന്ന. അല്ല, ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നിനക്ക് അങ്ങോട്ട് നോക്കിക്കോറാ.
വിളിക്കാണ്ട് അങ്ങോട്ട് നോക്ക് പോത്തെ. മക്കളെ എല്ലാവരും ഫോണിലേക്ക് നോക്ക്. എല്ലാവരും ഒന്ന് ചിരിച്ചേ. അതെന്തെന്നാ പെട്ടെന്ന് സംഭവിച്ചേ? അത് ചെറുതായിട്ടൊന്ന് കടൽക്ഷോഭം ഉണ്ടായതാണ്. അതോടെയുള്ള ശോഭയാ? ശോഭയല്ല, കടൽക്ഷോഭം. കടലിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് കടലിൽ നിന്ന് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. എന്റെ മിസ്സേ, ഞങ്ങൾ പേടിച്ചു പോയി. ഞാനും. ഡൈക്രു, നിനക്ക് ഫോട്ടോ എടുക്കുവാൻ ഈ സ്ഥലം മാത്രമേ കിട്ടിയിട്ടുള്ളൂ? ഞാനൊരു നല്ല സ്ഥലം കണ്ടതുകൊണ്ട് പറഞ്ഞതാ. അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. അല്ല മിസ്സേ, ഒരു നല്ല ഫോട്ടോ എങ്കിലും കിട്ടിയിക്കാ? നിങ്ങളെ ഫോട്ടോ ഒക്കെ കിട്ടിക്ക്. എന്നാൽ സമാധാനമായി. പക്ഷേ കുഞ്ഞാമിത്താന്റെ ഫോട്ടോ എത്തിയും എടുത്തിട്ടില്ലല്ലോ. അത് എന്റെ പേടിയാണെന്ന് പറഞ്ഞ് നിന്നതല്ലേ? എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാൻ പേടി തന്നെയാ. എന്റെ പേടി പോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരു ശോഭയെല്ലാം വന്നത്? കുഞ്ഞാമിത്ത, ശോഭയല്ല, ക്ഷോഭം, കടൽക്ഷോഭം. എന്തായാലും എന്താ വന്നിക്കല്ലോ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏന്റിന്റെ ഫോട്ടോ ഇനി എടുക്കണ്ടേ? എടുക്കണോ? പക്ഷേ അവിടെ നിന്നും വേണ്ട, വേറെ സ്ഥലത്ത് നിന്ന് എടുത്തോ. അതെവിടെയാ? ഏന്റി തന്നെ പറ. അതാ, അത് ഈ കടലത്തെ വെള്ളോ ഇങ്ങനെ ഡാൻസ് കളിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗം നോക്കി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അത് ഡാൻസ് കളിക്കുന്നതല്ല കുഞ്ഞാമിത്ത, അത് തിരമാല അടിക്കുന്നതാ. അതാരടിച്ചാലും സാരമില്ല, വെള്ളം ഇങ്ങനെ ഇളകാതിരുന്നാൽ മതി. വെള്ളം ഇങ്ങനെ ഇളകാത്ത ഭാഗത്തുള്ള പാറക്കെട്ടിന്റെ മുകളിൽ ഇരുന്നിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാം. എന്നാ നിങ്ങൾ പോയിട്ട് പോയാ നറ്റം ഫോട്ടോ എടുത്തോ. കടലിന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണം, കടലത്തെ വെള്ളം ഇളകുകയും ചെയ്യരുത്. വല്ലാത്തൊരു പെണ്ണുങ്ങളെ നിങ്ങള്. എന്റെ നിങ്ങൾ എന്നാ പറയുന്നത്? മലയാളം തന്നെയല്ലേ? അതല്ല, നിങ്ങളെ ഫോട്ടോ എങ്ങനെയാ എടുക്കേണ്ടത്? അതാ, അത് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഫോട്ടോയിൽ ബേക്കിൽ നിറയെ വെള്ളം വേണം. അപ്പൊ മുന്നിലാ? മുന്നിൽ ഞാൻ തന്നെ. അല്ല പിന്നെ, എന്റെ ഫോട്ടോയിൽ മുന്നിൽ ഞാനല്ലാണ്ട് പിന്നെ നീയാ വേണ്ടത്? ഡൈക്രു, നിന്റെ ഏന്റി പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ഫോട്ടോ എടുത്തു കൊടുക്ക്. അതിന് ഏന്റി പറയും പോലത്തെ ബാക്ക്ഗ്രൗണ്ട് കിട്ടണ്ടേ? അതെന്താ കിട്ടാണ്ട്? ബാക്കിൽ വെള്ളം വേണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് തന്നെ നല്ലൊരു ഫോട്ടോ എടുത്തോ. ബാക്കിൽ വെള്ളമില്ലേ? അങ്ങനെ വെള്ളം മാത്രം പോരാ. പിന്നെന്താ വേണ്ടത്? പാറയും വേണം. പാറ തന്നെ. നിങ്ങൾക്ക് മാത്രം ആ പാറന്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കണ്ടോ? എനിക്കും എടുക്കണ്ടേ? അതിന് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോ എന്ന്? ആ പാറയുമെന്ന് ഫോട്ടോ എടുക്കണ്ട, അതെനിക്ക് പേടിയാ. പിന്നെ നിങ്ങൾക്ക് ഏത് പാറയുമെന്ന് എടുക്കേണ്ടത്? അതൊരു ചെറിയ പാറയമേൽ നിന്ന്. അതെവിടെ ഉള്ളതെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ കാണിച്ചു തരില്ലേ ആ പാറയാണെന്ന് പറഞ്ഞിട്ട്? അതെവിടെയാ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓന്റെ ഒരു കിന്നര ചോദ്യം. നിന്റെ എനിക്ക് വട്ടായി എന്ന് തോന്നുന്നത്. അങ്ങനെ തോന്നല് മാത്രം ആക്കണ്ട, ശരിക്കും ഉറപ്പിച്ചോ വട്ടായിക്ക്. എന്താ? ഒന്നുമില്ല. ഈ പെണ്ണുങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ തന്നെ പേടിയാകുന്നു. അല്ല കുഞ്ഞാമിത്ത, എന്നാൽ നമുക്ക് ആ ചെറിയ പാറ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചൂടെ? അതിനിങ്ങനെ ഇവിടുന്ന് വായി നോക്കി നിന്നാൽ കണ്ടുപിടിക്കാൻ പറ്റുവാ? പോയി കണ്ടുപിടിക്ക്. മര്യാദക്കുള്ള 2 ഫോട്ടോ എടുത്തിട്ട് വേണം അങ്ങ് വീട്ടിൽ പോയിട്ട് വാട്സപ്പ് തുറന്നിട്ട് സ്റ്റാറ്റസിൽ വെക്കാൻ. നോക്ക്, അവിടെ അതൊരു ചെറിയ പാറ. ഞാൻ കണ്ടു. കുഞ്ഞാമിത്ത പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു പാറയാണത്. സമാധാനമായി. ചെറിയ പാറ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഇവന്റെ ഏന്റി നമ്മളെല്ലാം ഇവിടെ നിന്ന് പറ പറപ്പിക്കും. അതന്നെ, എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മളോട് വെറുതെ ദേഷ്യം പിടിക്കുകയാ ചെയ്യുന്നത്. ഏന്റിയോട് ഒന്നും പറയാണ്ട് നിൽക്കുന്നതാ നമുക്ക് നല്ലത്. നീ വേഗം ചെന്നിട്ട് നിന്റെ ഏന്റിയോട് പറ ചെറിയ പാറ കണ്ടുപിടിച്ചെന്ന്. അവിടെ ചെന്നിട്ട് പറയേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പെരാൻ തട്ടുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യം അങ്ങോട്ട് പറഞ്ഞാലും വേറെന്തെങ്കിലും ഉത്തരം ഇങ്ങോട്ട് തിരിച്ചു പറയാന്. അത് നീ പറഞ്ഞത് സത്യ. ഒരു പ്രത്യേക തരം ഏന്റി തന്നെയാ നിന്റെ ഏന്റി. ഡാ സുലൈമാനെ, പാറ കണ്ടുപിടിച്ചാ? നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിക്ക് എന്റെ പേര് സുലൈമാനി എന്നല്ല സൽമാനി എന്നാണെന്നേ. അതെന്നോട് മറന്നു പോന്നടാ സുലൈമാനെ. പിന്നെയും സുലൈമാനി എന്ന് വിളിച്ച്. പെണ്ണുങ്ങളെ, എന്റെ പേര് സുലൈമാനി എന്നല്ല സൽമാനി എന്നാണ്. ഇനിയാറ്റം എന്നെ സുലൈമാനി എന്ന് വിളിച്ചാൽ എന്റെ സ്വഭാവം മാറും. ഇല്ലടാ, ഇനി ഞാൻ നിന്നെ സുലൈമാനി എന്ന് വിളിക്കില്ല. ഇപ്പോൾ നീ ഇത് ക്ഷമിക്ക്. ഇനി ഞാൻ നിന്നെ സൽമാനേ എന്ന് വിളിക്കൂ. കേട്ടോടാ സുലൈമാനെ? ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഗ്രൗണ്ട് ഉണ്ടോന്ന് നോക്കട്ടെ. ഗ്രൗണ്ടാ? ബാക്ക്ഗ്രൗണ്ട് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. സുലൈമാനെ
അവിടെ നോക്ക്, ഒരു ചെറിയ പാറ. എന്റെ ഫോട്ടോ അവിടെ നിന്നും എടുക്കാം. ഞങ്ങളത് കണ്ടിരുന്നു ആന്റി. ഞങ്ങളത് ആന്റിയോട് പറയാൻ പോവുകയായിരുന്നു. അതന്നെ, കുഞ്ഞാമ്മിത്ത വിചാരിച്ച പോലത്തെ പാറയാണത്. എന്നാൽ സമയം കളയണ്ട, വേഗം പോയി അവിടെ നിന്നും ഫോട്ടോ എടുക്കാം. എന്നാൽ ഫോണും എടുത്തിട്ട് വേഗം വാ, ഞാൻ നല്ല മോഡലിൽ പോയി ഇരിക്കട്ടെ. ഇതാണോ നല്ല മോഡൽ ഇരുത്തം? ആ, നല്ല രസയില്ലേ? എന്റെ കൈ നോക്ക് നീ. യോയോ യോയോയാ? ആ, യോയോ. കാണുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറയും പോലെ ഉണ്ട്. നീ ഒന്ന് പോടാ, നിനക്ക് അസൂയ അസൂയ. അതിനുണ്ട്. എന്താ ഇതൊക്കെ? നിങ്ങളൊന്ന് നിർത്തുമോ? അതിന് ഞാനൊന്നും കളിച്ചില്ലല്ലോ മിസ്സേ. ഈ കുഞ്ഞാമെത്തിയ എല്ലാത്തിനും എതിര് പറയുന്നത്. ആഹാ, ഞാനാ? ഓ, നിങ്ങൾ രണ്ടുപേരുമല്ല, ഞാന്. എന്താ, സമാധാനമായില്ലേ? അല്ല മിസ്സേ. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം ആരെങ്കിലും കുഞ്ഞാമിത്താന്റെ ഫോട്ടോ എടുക്ക്. വേഗം എടുക്ക്. മിസ്സേ, മിസ് തന്നെ എടുത്തോ ആന്റിയുടെ ഫോട്ടോ. ഞങ്ങൾ ആരും ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വൃത്തിയിൽ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മിസ് തന്നെ എടുക്ക്. എന്നാൽ കുഞ്ഞാമിത്ത നല്ലോണം ചിരിക്ക്, ഞാൻ നല്ല ഫോട്ടോ എടുക്കാം. ആ അല്ല കുഞ്ഞാമിത്ത, നിങ്ങൾ എന്തിനിങ്ങനെ ചിരിക്കുന്നത്? നിന്റെ ടീച്ചറല്ലേ പറഞ്ഞത് ചിരിച്ചിരിക്കാന്? ആ, ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാ ചിരിക്കേണ്ടത്? നിങ്ങൾ ഈ ചിരിയുടെ സൗണ്ട് ഒന്നും ഫോട്ടോയിൽ കിട്ടൂല. കുഞ്ഞാമിത്ത, സൗണ്ട് ഇല്ലാണ്ട് ചിരിച്ചാൽ മതി നിങ്ങള്. അതെങ്ങനെയാ ചിരിക്കാന്? അത് കാല് രണ്ടും മേലോട്ട് പൊന്തിച്ചിട്ട്. അല്ല പിന്നെ, ഇനി അതും കൂടി ഇങ്ങക്ക് പഠിപ്പിച്ചേരണ. ഇങ്ങക്ക് ചിരിക്കുന്ന അറിഞ്ഞൂടെ? ഇടക്കിടക്ക് 32 പല്ലും പുറത്തിട്ടിട്ട് വെറുതെ ഇളിക്കുന്നത് കാണാല, അതുപോലെ അങ്ങ് ഇളിച്ചൂട്. അതുപോലെ എനിക്കിനി ചിരിക്കാൻ പറ്റില്ല. അതെന്താ? പണ്ട് പല്ല് വേദന വന്നിട്ട് 2 പല്ല് പറിച്ചിക്കേനു, അതുകൊണ്ട് 32 പല്ലില്ല, 30 പല്ലുള്ളൂ. ആ, ഇവറെ ഞാനിന്ന്. സൽമാനെ, ഒന്നും ചെയ്യല്ല, വിട്ടേക്ക്. മിസ് കാണുന്നില്ല ഇവർ ഓരോന്ന് പറയുന്നത്? അത് സാരമില്ല, നീ വിട്ടേക്ക്. ഒരു ഫോട്ടോ എടുത്തു കൊടുത്താൽ ഓരോ പ്രശ്നം തീർന്ന്. ഒരു ഫോട്ടോ അങ്ങ് എടുത്തു കൊടുക്കാം നമുക്ക്. അതുവരെ നീയൊന്നും മിണ്ടാതിരിക്കെ. അല്ല, എന്നാ നിങ്ങളെ പ്രശ്നോ? ആന മുട്ട. സൽമാനെ, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ അവരുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ചിരിക്കു കുഞ്ഞാമിത്ത. അല്ല മിസ്സേ, നിങ്ങൾ കുഞ്ഞാമിത്താനോട് ചിരിക്കാനാ പറഞ്ഞത്, പറക്കാനാ? എല്ലാരും വേഗം വാ. കുഞ്ഞാമിത്ത ഇപ്പൊ ഇരുന്ന സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലോ. ഈ സ്ഥലമോ? ആ, ഈ സ്ഥലം തന്നെ, നല്ല ഭംഗിയുണ്ട് ഇവിടെ. ഇവിടെ നിന്നും ഫോട്ടോ എടുക്കട്ടെ കുഞ്ഞാമിത്താന്റെ? വേണ്ട. അതെന്താ? ഇവിടെ നിന്നും എടുക്കണ്ട, അവിടെ നിന്ന് എടുത്തോ, അവിടെ നല്ല സ്ഥലമുണ്ട്. നിന്റെ ഏന്റി എന്താടാ ഇങ്ങനെ? ഹായ് ഡൈക്രൂ, ഞാൻ ഊഞ്ഞാലാടുന്ന ഒരു ഫോട്ടോ എടുത്തോ. ആ, ഊഞ്ഞാൽമേലിരുന്ന ഫോട്ടോ ആണോ വേണ്ടത്? ആ, ഞാനിങ്ങനെ സ്പീഡിൽ ആടി കളിക്കുന്ന ഫോട്ടോ വേണ്ടത്. ഓ, എന്റെ ഏന്റി, ഊഞ്ഞാൽ ആടി കളിക്കുന്ന ഫോട്ടോ അല്ല, ഊഞ്ഞാൽ ആടി കളിക്കുന്ന വീഡിയോ എന്ന് പറ. ആ, എന്നാൽ വീഡിയോ എടുക്കിഞ്ഞ്. ഡി അമ്മിണി, നീ എന്നെ ഒന്ന് സ്പീഡിൽ ആട്ടിയേ. ഞാൻ ആട്ടിത്തരാം, നല്ലോണം പിടിച്ചിരുന്നോ.